ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും അടിപൊളി പോസ്റ്റ് ക്രെഡിറ്റ് സീന് ഏത് സിനിമയിലാ? മാർവലിൻ്റെ ഒക്കെ പടമൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളെങ്ങനെ ഇരിക്കും ആ എഴുത്തൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ക്രെഡിറ്റ് സീന് വരാൻ വേണ്ടി? കാരണം എന്താ, അതിൽ അവന്മാരെന്തേലും കിടിലൻ സാധനം ചെയ്തു വെച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അടുത്ത പാട്ടിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഹിൻറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം. ഇന്ത്യൻ സിനിമകളിൽ ഇങ്ങനെ വന്ന കിടിലൻ പോസ്റ്റ് ക്രെഡിറ്റ് സീനുകൾ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്ന ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനുകൾ അത് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തു. വീഡിയോ കഴിയുമ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. നമ്പർ 10, ലിയോ. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം വന്ന തളപതിയും ലോകേഷും ഒന്നിച്ച സിനിമ. LCU എന്ന ഒറ്റ ഫാക്ടർ കൊണ്ട് തന്നെ വൻ ഹൈപ്പായിരുന്നു ഈ പടത്തിന്. തളപതിയെ എങ്ങനെ അല്ലെങ്കിൽ എവിടെ ലോകേഷ് LCUയിൽ പ്ലേസ് ചെയ്യുമെന്ന് ആൾക്കാർ ആകാംക്ഷയോടെ കാത്തു നിന്ന പടം. പടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കണക്ഷനൊക്കെ തന്നെങ്കിലും ലാസ്റ്റ് ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലാണ് LCUമായിട്ടുള്ള ഒരു പ്രോപ്പർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരുന്നത്. വിക്രം ലിയോയിനെ വിളിക്കുന്ന ആ ഒരു ഫോൺ കോൾ. കുറേ പേർക്കൊന്നും ഈ ഒരു കണക്ഷൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അടുത്ത സിനിമകൾക്ക് വേണ്ടിയുള്ള ഒരു വൻ വാതിൽ തന്നെയാണ് അവിടെ തുറന്നിട്ടിരിക്കുന്നത്. നമ്പർ 9, സലാർ. തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം പ്രശാന്ത് നീലിൻ്റെ ഡയറക്ഷനിൽ വന്ന ഒരു പൊളി അടിപ്പടം. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്ന് പറയുന്നതിനേക്കാൾ ക്ലൈമാക്സ് ആയിട്ട് ഇതിൽ പ്രഭാസിൻ്റെ ക്യാരക്ടർ റിവീലുണ്ട്. അത് ഈ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടിന് ചെറിയ ഹൈപ്പൊന്നും അല്ല കൊടുത്തിട്ടുള്ളത്. ബ്രഹ്മാസ്ത്ര. ഇന്ത്യൻ സിനിമയിൽ അതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും അടിപൊളി VFX ആയി വന്ന പടം. ഇതിൻ്റെ ലാസ്റ്റ് ദേവ് എന്ന ക്യാരക്ടറിൻ്റെ ചെറിയ ഗ്ലിംസൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ അത് ആരാണ് ചെയ്യുന്നതെന്ന് കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ അന്ന് അതൊരു വൻ ടോക്കായിരുന്നു. രൺബീർ ആണെന്നും ഋത്തിക് ആണെന്നും അങ്ങനെ പല പല പേരുകൾ പൊന്തി വന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വമ്പൻ ഹൈപ്പാണുള്ളത്. PK. വളരെയധികം കോൺട്രവേഴ്സ്യൽ ഉണ്ടാക്കിയ ഒരു പടമായിരുന്നു PK. എന്തിനാണോ എന്തോ, എന്തായാലും എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണിത്. ഇതിൻ്റെ ലാസ്റ്റ് ആമിർ ഖാൻ രൺവീറിൻ്റെ ഒപ്പം ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും ആ ടൈമിൽ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കണ്ടപ്പോൾ കിട്ടിയ ഒരു സന്തോഷമുണ്ടല്ലോ, വാവ്, അടിപൊളി. നമ്പർ 6, KGF 2. KGF സെക്കൻഡിലെ ലാസ്റ്റ് റോക്കി ബായ് കടലിലേക്ക് താഴ്ന്നു പോകുന്നതിന് കാണിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് KGF എന്ന സ്ഥലം റോക്കി ബായ് നല്ല അടിപൊളിയായി ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഇടയിൽ പുറത്തൊക്കെ നടത്തിയ ക്രിമിനൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പയ്യെ ആ ബുക്കിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ കാണിക്കും, KGF 3. രോമ എണീറ്റ് നിന്ന് ആ സീനൊക്കെ കണ്ടപ്പോൾ. അങ്ങനെയൊന്നും റോക്കി ബായ് തീരില്ല മക്കളെ, പുള്ളിക്ക് കടലിൻ്റെ അടിയിലും എന്തോ പ്ലാനുണ്ട്. നമ്പർ 5, കൽക്കി. ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമ. ഫസ്റ്റ് ഹാഫിലെ കുറച്ച് ചളിയും ലെങ്തി ഫൈറ്റും ഒക്കെ എടുത്ത് മാറ്റി വെച്ചാൽ ഉറപ്പായിട്ടും പറയാം വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം ബൈ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി. ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരുപാട് ക്യാരക്ടർ റിവീലുണ്ട്, പ്രഭാസിൻ്റെ അടക്കം. എന്നാൽ ലാസ്റ്റ് കമലഹാസൻ്റെ ഒരു സീനുണ്ട്. വയസ്സായ പുള്ളി സ്കിന്നൊക്കെ മാറി മസിലൊക്കെ വെച്ച് യങ്ങായി വന്ന് ആ വില്ലെടുത്ത് പൊന്തിക്കുന്ന ഒരു സീൻ. നെക്സ്റ്റ് പാർട്ടിൽ പുള്ളി പൂണ്ട് വിളയാടും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. നമ്പർ 4, ടൈഗർ 3. സ്പൈ യൂണിവേഴ്സ്. എല്ലായിടത്തും യൂണിവേഴ്സ് ആണല്ലോ. ടൈഗർ 3ൻ്റെ ലാസ്റ്റ് ഒരു ഗ്രേ ഷെയ്ഡിൽ കിഡിലൻ BGM ഒക്കെ ഇട്ട് ഋത്തിക് റോഷൻ്റെ ഒരു വരവുണ്ട്, മോനെ പൊളി. ഇനി വില്ലനായിട്ടാണോ സ്പൈ യൂണിവേഴ്സ് മൂവീസിൽ ഋത്തിക് വരാൻ പോകുന്നത്? അല്ലെങ്കിൽ അവഞ്ചേഴ്സിലൊക്കെ പോലെ 2 ടീം, അയൺമാൻ്റെയും ക്യാപ്റ്റൻ അമേരിക്കയും പോലെ ഇവിടെയും ഷാരൂഖിൻ്റെയും ഋത്തിക്കിൻ്റെയും 2 ടീം. അതെങ്ങനെ ഉണ്ടാവും? നമ്പർ 3, അനിമൽ. രൺബീറിൻ്റെ സ്റ്റാർഡം ഭയങ്കരമായിട്ട് അടിച്ചു കയറ്റിയ ഒരു മൂവിയാണ് അനിമൽ. വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ പക്ക വയലൻസ്. പിന്നെ സന്ദീപ് റെഡ്ഡി വാങ്ങേൻ്റെ പടമായതുകൊണ്ട് മെൻ സുപ്രീമസിയാണ് എല്ലായിടത്തും. അത് വിട്, അത് നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് പറയാം.
ഈ പടത്തിൻ്റെ ലാസ്റ്റ് ബുച്ചറായിട്ട് രൺവീറിൻ്റെ ഒരു വരവുണ്ട്. പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത് നടൻ്റെ അതേ ഫേസ് വെച്ച് വില്ലൻ്റെ ഒരു വരവ്. 2 കത്തിയൊക്കെ പിടിച്ച് വന്നിട്ട് കോഴീനെ അറക്കുന്ന പോലെ വെട്ടോ വെട്ടാണ്. ലാസ്റ്റ് ടൈറ്റിൽ എഴുതി കാട്ടും, അനിമൽ പാർക്ക്. നമ്പർ 2 ബാഹുബലി. കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നു? ബാഹുബലി ഫസ്റ്റ് ഇറങ്ങി സെക്കൻഡ് വരുന്നത് വരെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നിന്നൊരു ടോപ്പിക്. കൊച്ചു പിള്ളേരെ തൊട്ട് വയസ്സായ ആൾക്കാരെ വരെ പിടിച്ചു വെച്ച ഒരു ഹുക്ക്. അതായിരുന്നു ബാഹുബലി ഫസ്റ്റിൻ്റെ ലാസ്റ്റ് കട്ടപ്പ ബാഹുബലിയെ കുത്തുന്ന ആ ഒരു സീൻ. നമ്പർ 1 വിക്രം. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു വില്ലനായിരിക്കും വിക്രം സിനിമയിൽ ലാസ്റ്റ് വരുന്ന റോളക്സ്. 5 മിനിറ്റ് പോലും ഇല്ലാത്ത ഒരു സീൻ, അതുണ്ടാക്കിയ ഒരു ഓളം. അങ്ങനെയാണ് സൂര്യ റോളക്സ് എന്ന ക്യാരക്ടർ ചെയ്തു വച്ചിരിക്കുന്നത്. അനിരുദ്ധിൻ്റെ പൊളി മ്യൂസിക്കും സൂര്യയുടെ ടെറർ ലുക്കും, കണ്ണൊക്കെ എൻ്റെ പൊന്നോ. വിക്രം എന്ന പടത്തിനെ തന്നെ വേറെ ലെവലിൽ എത്തിച്ച സീൻ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലിസ്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മലയാള സിനിമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യൂ.